പാതിവിലയ്ക്ക് സ്കൂട്ടർ ലഭിച്ചവരുമായി പ്രചാരണത്തിന് സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആനന്ദ്കുമാർ പദ്ധതിയിട്ടെന്ന് കണ്ടെത്തൽ. NGO കോൺഫെഡറേഷൻ വഴി പ്രചാരണ യാത്ര സംഘടിപ്പിക്കാനായിരുന്നു തീരുമാനം. ഇതിനായി കോൺഫെഡറേഷനിലെ സംഘടനകൾക്ക് പാതിവില തട്ടിപ്പു കേസുകളിലെ മുഖ്യപ്രതി അനന്തു കൃഷ്ണൻ കത്ത് നൽകിയ കത്ത് പുറത്തുവിട്ടിട്ടുണ്ട്. പരിസ്ഥിതി സംരക്ഷണത്തിനായി 44 നദികളിലും നദീയാത്ര നടത്താൻ ആനന്ദ്കുമാർ പദ്ധതിയിട്ടിരുന്നു. ഈ നദീയാത്രയുടെ വിളംബരത്തിന്റെ ഭാഗമായി 14 ജില്ലകളിലും ഇരുചക്രവാഹന റാലി സംഘടിപ്പിക്കാനായിരുന്നു അനന്തു ഒപ്പിട്ട സർക്കുലറിലെ നിർദ്ദേശം. നാഷണൽ NGO കോൺഫെഡറേഷന്റെ ലെറ്റർ പാഡിൽ പ്രൊജക്ട് ഇംപ്ലിമെന്റിംഗ് ഏജൻസികൾക്കുള്ള സർക്കുലർ എന്ന പേരിലാണ് നിർദ്ദേശം നൽകിയത്. 50% സാമ്പത്തിക സഹായത്തോടെ ഇരുചക്രവാഹനങ്ങൾ കൈപ്പറ്റിയ എല്ലാവർക്കും, എല്ലാ സ്ത്രീകൾക്കും യാത്രയിൽ പങ്കെടുക്കാനുള്ള ഒരു നിർബന്ധമായ ക്രമീകരണം നടത്തണമെന്നും സർക്കുലറിൽ പറയുന്നുണ്ട്. മിനിമം 5 കിലോമീറ്റർ ദൈർഘ്യമുള്ള റാലിയാണ് സംഘടിപ്പിക്കേണ്ടതെന്നും നിർദ്ദേശത്തിലുണ്ട്. സംസ്ഥാനത്തെ 1800-ലധികം സന്നദ്ധ സംഘടനകളെ ചേർത്തായിരുന്നു നാഷണൽ NGO കോൺഫെഡറേഷന്റെ രൂപവത്കരിച്ചത്. 18,000-ഓളം പേർക്ക് സ്കൂട്ടർ ലഭിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. ഇത്ര പേരെ നദീയാത്രയുടെ പ്രചാരണത്തിനായി ഉപയോഗിക്കാനായിരുന്നു നീക്കം. എന്നാൽ യാത്ര യാഥാർത്ഥ്യമായില്ല. അനന്തകൃഷ്ണനുമായി തെറ്റിപ്പിരിഞ്ഞതിനെ തുടർന്നാണ് ആനന്ദ്കുമാർ പദ്ധതി വേണ്ടെന്ന് വെച്ചത്.